എന്തിട്ട് പരിപാടി മക്കളെ, കാലത്തന്നെ ഒരു ഇളനീര് കുടിച്ചിട്ട് കൊണ്ട് ഇറങ്ങാൻ വിചാരിച്ച കുറേ നാളായി ഇളനീരൊക്കെ കുടിച്ചിട്ട്. അങ്ങനെ പോകുമ്പോൾ കഴിക്കാൻ കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ ഒരു 3-4 കമ്പിയാണ് പൊട്ടി. എങ്ങനെയാണ് പൊട്ടിയെന്ന് അറിയില്ല. അത് ഞാൻ ശ്രദ്ധിക്കാത്ത കാരണമാണ്. എന്താണ്ടായിരുന്നു ഒന്നും മനസ്സിലായില്ല. അങ്ങനെ അടുത്തുള്ള ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ കയറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ കമ്പി കിട്ടാനില്ല, ഇതിൻ്റെ ഷോറൂമിൽ തന്നെ പോകണമെന്ന്. ഷോറൂമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പാട്നയിലേക്ക് എത്തണമെന്ന് പറഞ്ഞാൽ പാട്നയ്ക്ക് ഇവിടുന്ന് 10-250 കിലോമീറ്ററിന് മുകളിലുണ്ട്. പെട്ടു ഞാൻ ഗയയിലേക്ക് പോകണം. അത് കാരണം പാട്നയൊന്നും പോകില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട അവിടെ. ഇപ്പോൾ ആകെ പെട്ടെന്നായി. ബീഹാറിലെന്ന് ആകെ ഒരൊറ്റ ടെക്കാത്തോളം മാത്രമല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുന്ന നേരത്തെ ഈ ലോറിക്കാരനെ ഒന്ന് കാര്യം പറഞ്ഞപ്പോൾ ലോറിക്കാരൻ സെറ്റാക്കി വന്നു. അങ്ങനെ ഗയയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 10-40 കിലോമീറ്ററിന് അടുത്തുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പറയുക ഗയയിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണമെന്ന്. അങ്ങനെ ലെഫ്റ്റ് തിരിയണ വരയ്ക്ക് ആകെ 18 കിലോമീറ്ററാണ് കിട്ടി പണി. വെറുതെ സൈക്കിള് കെട്ടി വലിച്ചു. അങ്ങനെ അവിടെ നിർത്തിയപ്പോൾ എന്തെങ്കിലും കഴിക്കണ്ട വിചാരിച്ച് കഴിക്കാമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഇതെന്താ മറ്റേ മഷ്റൂം പോലത്തെ എന്തോ സാധനം വിചാരിച്ച് നോക്കുമ്പോൾ പശുവിന് കൊടുക്കാനുള്ള പുല്ല് വെച്ചിട്ടുള്ള കേട്ടോ വൈക്കോലി. അങ്ങനെ വൈക്കോലി അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നല്ല ഭംഗിയിലാക്കി വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ അത് ആ കെടുകൊണ്ട് അടുത്ത പണിയാ കിട്ടി പഞ്ചർ. അപ്പോൾ അവിടെ സൈഡാക്കി വെച്ചോട്ട് ഇരുന്ന് കുറച്ച് നേരം. അങ്ങനെ അവിടുന്ന് കഷ്ടപ്പെട്ട് തള്ളി ബുദ്ഗയരെ അവിടേക്ക് എത്തി മക്കളെ. ഒരു രക്ഷയില്ല. അങ്ങനെ അവിടുന്ന് പോയി സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ബുദ്ഗയ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് ബുദ്ധരെ. എന്താ പറയുക, ബുദ്ധരെ സ്നാനത്തിലിരുന്ന സ്ഥലം അങ്ങനെയൊക്കെ അറിയപ്പെടുന്നതിന്. അതാണ് നല്ല വലിയൊരു പ്രതിമ കേട്ടോ. കാണാൻ മാത്രമല്ല ഉണ്ട്. അവിടെ കുറേ ടെമ്പിളുകളുണ്ട്, അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കിട്ടില്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പണി. ഇതിലേക്ക് മാത്രമാണ് ആകെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. നേരെ ഭക്ഷണം കഴിച്ചു. നേരെ തൊട്ടടുത്ത് തന്നെ ഒരു പമ്പുണ്ടായിരുന്നു, അവിടെ സെറ്റായി.